ശ്രീ എ.പി.ജെ. അബ്ദുൽ കലാം എഴുതിയ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിന്റെ അവലോകനമാണ് ഈ വീഡിയോ. ഇത് 4-ാമത്തെ അധ്യായമാണ്. 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. അമേരിക്കയിലെ എന്റെ പരിശീലനം ആരംഭിച്ചത് വിർജീനിയയിലെ ഒരു പ്രമുഖ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു. അവിടുത്തെ പ്രവേശന ഹാളിൽ കണ്ട ഒരു ശില്പം ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. 2 കുതിരകൾ വലിക്കുന്ന ഒരു രഥം. ഒരു കുതിര ശാസ്ത്രീയ ഗവേഷണത്തെ പ്രതിനിധീകരിക്കുന്നു, മറ്റേത് സാങ്കേതിക വികസനത്തെ. ഈ രണ്ടിന്റെ ഏകോപനമാണ് മുന്നേറ്റത്തിന്റെ രഹസ്യം എന്ന സന്ദേശം ആ ശില്പം വളരെ ലളിതമായി പറഞ്ഞു. തുടർന്ന് ഞാൻ സന്ദർശിച്ച മറ്റൊരു കേന്ദ്രം ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുകയും ബഹിരാകാശ ദൗത്യങ്ങളുടെ ഗതിവികാരം നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു. അവസാന ഘട്ടത്തിൽ അന്തരീക്ഷ നിരീക്ഷണത്തിനുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന തീരദേശ ദ്വീപിലെ ഒരു ഫ്ലൈറ്റ് കേന്ദ്രത്തിലേക്കും പോകാൻ അവസരം ലഭിച്ചു. അവിടുത്തെ സ്വീകരണമുറിയിൽ ഒരു ചിത്രം ശ്രദ്ധ പിടിച്ചുപറ്റി. യുദ്ധരംഗത്ത് റോക്കറ്റുകൾ പ്രയോഗിക്കുന്ന സൈനികർ. അവർ യൂറോപ്യന്മാരല്ല, ദക്ഷിണേഷ്യൻ രൂപഭാവമുള്ളവർ. അടുത്തു നോക്കിയപ്പോൾ അത് ചരിത്രത്തിലെ ഒരു ഇന്ത്യൻ സൈനിക സംഘത്തെ പ്രതിനിധീകരിക്കുന്നതായി മനസ്സിലായി. സ്വന്തം നാട്ടിൽ മറന്നുപോയ ഒരു സാങ്കേതിക പൈതൃകം ലോകത്തിന്റെ മറുവശത്ത് ആദരവോടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമുണർന്നു. അമേരിക്കയിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് പ്രശ്നങ്ങളെ നേരിടുന്ന അവരുടെ സമീപനം. ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിലുപരി അവയിൽ നിന്ന് പഠിക്കാൻ അവർ തയ്യാറായിരുന്നു. ഈ മനോഭാവം എന്നെ ആഴത്തിൽ സ്വാധീനിച്ചു. എന്റെ ബാല്യത്തിൽ കേട്ടിരുന്ന ഒരു ആത്മീയ കഥ ഓർമ്മ വന്നു. അഹങ്കാരം മനുഷ്യനെ എങ്ങനെ താഴെ ഇറക്കുന്നു എന്നത് പറഞ്ഞ കഥ. അതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് നേതൃപാടവത്തിനും അധിനിവേശ സ്വഭാവത്തിനുമിടയിൽ വളരെ നേർത്തൊരു രേഖയുണ്ടെന്നതാണ്. വിനയവും പരസ്പര ബഹുമാനവുമില്ലാതെ യാതൊരു സംഘവും സൃഷ്ടിപരമായി പ്രവർത്തിക്കില്ല. 1963 നവംബർ മാസത്തിൽ ഇന്ത്യയുടെ ആദ്യ അന്തരീക്ഷ നിരീക്ഷണ റോക്കറ്റ് വിക്ഷേപണം നടക്കാനിരിക്കെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ആ റോക്കറ്റ് വിദേശത്ത് നിർമ്മിച്ചതായിരുന്നെങ്കിലും അതിന്റെ സംയോജനം നടന്നത് ഒരു പഴയ കെട്ടിടത്തിനുള്ളിലായിരുന്നു. കൈവശമുണ്ടായിരുന്നത് ഒരു ട്രക്കും ഒരു മാനുവൽ ഹൈഡ്രോളിക് ക്രെയിനും മാത്രം. ക്രെയിനിൽ ചെറിയ തകരാറ് വന്നപ്പോൾ നിശ്ചിത സമയത്ത് വിക്ഷേപണം നടത്താൻ ഞങ്ങൾ തന്നെ കൈകൊണ്ട് റോക്കറ്റ് ഉയർത്തി വിക്ഷേപണ തറയിൽ സ്ഥാപിച്ചു. സംയോജനം, സുരക്ഷാ ക്രമീകരണം, നിരീക്ഷണം, ഓരോരുത്തർക്കും വ്യക്തമായ ചുമതലകൾ. സംഘാത്മകമായി പ്രവർത്തിച്ചതിനാൽ വിക്ഷേപണം അനായാസം നടന്നു. ലഭിച്ച വിവരങ്ങൾ വളരെ വിലപ്പെട്ടവയായിരുന്നു. ആ ദിവസം ഞങ്ങൾ അഭിമാനത്തോടെയാണ് തിരികെ പോയത്. പിറ്റേന്ന് സായാഹ്നത്തിൽ ഞങ്ങൾ അത്താഴം കഴിക്കാനിരിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി വധിക്കപ്പെട്ട വാർത്ത കേട്ടത്. ഞങ്ങൾ ഞടുങ്ങിപ്പോയി. അമേരിക്കൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന കാലഘട്ടമായിരുന്നു കെന്നഡിയുടെ ഭരണകാലം. അന്നത്തെ അമേരിക്കൻ രാഷ്ട്രീയ വാതാവരണം യുവജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ഊർജ്ജസ്വലത കൊണ്ടും നിറഞ്ഞിരുന്നു. 1962 ലോകത്തെ ആശങ്കയിലാഴ്ത്തിയ ഒരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ ആ സമയത്ത് വലിയ താൽപ്പര്യത്തോടെ വായിക്കാറുണ്ടായിരുന്നു. ഒരു മഹാശക്തി മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിക്ക് സമീപം ആയുധസജ്ജീകരണം നടത്തിയത് ലോകത്തെ യുദ്ധഭീഷണിയിലേക്ക് തള്ളിയിരുന്നു. അക്കാലത്ത് അമേരിക്കൻ നഗരങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിയും വിധം സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു. ക്യൂബയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണ മിസൈലുകൾ സ്ഥാപിക്കുന്നതിനെ ചെറുക്കാനുള്ള ഉപരോധം കെന്നഡി പ്രഖ്യാപിച്ചു. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഏതെങ്കിലും രാജ്യത്തേക്ക് ക്യൂബയിൽ നിന്നും നടക്കുന്ന ഏത് ആണവായുധ ആക്രമണത്തിനും തിരിച്ചടിയായി തങ്ങൾ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുമെന്നും അമേരിക്ക ഭീഷണിപ്പെടുത്തി. നാടകീയതകൾ നിറഞ്ഞ 14 ദിവസങ്ങൾക്ക് ശേഷം ക്യൂബയിൽ സ്ഥാപിച്ച മിസൈൽ തറകൾ പൊളിച്ചുകളയാനും മിസൈലുകൾ റഷ്യയിലേക്ക് മടക്കിക്കൊണ്ടുപോകാനും അന്നത്തെ സോവിയറ്റ് നേതാവ് ക്രൂഷ്ചേവ് ഉത്തരവിട്ടതോടെയാണ് പ്രതിസന്ധി ഒഴിവായത്. ശക്തമായ നയതന്ത്ര നീക്കങ്ങളും ദൃഢനിലപാടുകളും ചേർന്നപ്പോൾ മാത്രമാണ് ആ സംഘർഷം ശമിച്ചത്. അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ പാഠം, ദൃഢനിശ്ചയവും ശാന്തമായ ചിന്തയും ഒരുമിച്ചാൽ വലിയ പ്രതിസന്ധികളും ഒഴിവാക്കാം. പ്രഥമ ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപണം കഴിഞ്ഞ് പിറ്റേന്ന് പ്രൊഫസർ വിക്രം സാരാഭായി ഞങ്ങളുമായി ഭാവി പരിപാടികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. പ്രൊഫസർ സാരാഭായിയുടെ ആത്മവിശ്വാസം ഒന്നു വേറെ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആത്മവിശ്വാസവും വാനോളം ഉയർന്നു.
ഒരു വിദേശനിർമ്മിത റോക്കറ്റിന്റെ വിജയകരമായ വിക്ഷേപണത്തിന് ശേഷം ഒരു ദിവസം നമ്മുടേതായ ഉപകരണങ്ങളുമായി ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയക്കണം എന്ന സ്വപ്നം അദ്ദേഹം തുറന്നു പറഞ്ഞു. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് വരുന്നു എന്ന വാർത്ത മാത്രം മുഴുവൻ സംഘത്തെയും ഉണർത്തും. പരീക്ഷണശാലകളും രൂപകൽപ്പന മുറികളും നിർമ്മാണശാലകളും എല്ലാം ഒരുമിച്ച് ചലിച്ചു തുടങ്ങും. ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും പുതിയൊരു തലമുറയെ വളർത്തുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിലോ ബിരുദങ്ങളിലോ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പകരം ഞങ്ങളിലെ കഴിവിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനരീതി വ്യത്യസ്തമായിരുന്നു. ഒരാൾക്കോ ഒരു സംഘത്തിനോ പലതരം ചുമതലകൾ ഒരേ സമയം നൽകും. ആദ്യം നോക്കുമ്പോൾ അവ തമ്മിൽ ബന്ധമില്ലാത്തതായി തോന്നും. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രവർത്തനങ്ങൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ചേർന്നു പോകുന്നതായി ഞങ്ങൾ തിരിച്ചറിയും. ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ സൈനിക വിമാനങ്ങൾക്ക് സഹായകമാവുന്ന മറ്റൊരു സാങ്കേതിക സംവിധാനത്തെക്കുറിച്ച് പഠനമാരംഭിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടും. അങ്ങനെ ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ചിന്താഗതിയാണ് അദ്ദേഹം വളർത്തിയത്. യുവജനങ്ങളെ പുതിയ പരീക്ഷണങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം സദാ മുൻപന്തിയിലായിരുന്നു. നല്ല ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഒരു പദ്ധതിക്ക് എപ്പോഴാണ് വിരാമമിടേണ്ടത് എന്ന് തിരിച്ചറിയാനും അദ്ദേഹത്തിന് അസാധാരണ കഴിവുണ്ടായിരുന്നു. നേതൃപാടവമെന്നത് നിയന്ത്രണമല്ല, വിശ്വാസമാണെന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. 1960കളുടെ തുടക്കത്തിൽ ശാസ്ത്രരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം നടന്നത്. അതിന്റെ ഭാഗമായി റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ക്രമേണ വികസിച്ചു. വിദേശരാജ്യങ്ങളുടെയും സാങ്കേതിക സഹകരണവും ലഭിച്ചു. എന്നാൽ ലക്ഷ്യം വ്യക്തമായിരുന്നു. ഒരു ദിവസം നമുക്ക് തന്നെ റോക്കറ്റുകളും വിക്ഷേപണ സംവിധാനങ്ങളും നിർമ്മിക്കാൻ കഴിയണം. ആ ദൂരദർശിത്വം ഒരു ദേശീയ ബഹിരാകാശ പദ്ധതിയുടെ അടിത്തറയായി മാറി. ഈ ദൂരദർശിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വിവിധ ഗവേഷണ കേന്ദ്രങ്ങൾ ശക്തിപ്പെട്ടു. തിരുവനന്തപുരം ഉൾപ്പെടെ പല നഗരങ്ങളിലായി ബഹിരാകാശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ലാബുകൾ വികസിച്ചു. റോക്കറ്റുകൾക്കാവശ്യമായ ഇന്ധനങ്ങൾ, കുതിപ്പ് സംവിധാനങ്ങൾ, ഭാരം കുറഞ്ഞതും കരുത്തുള്ളതുമായ വസ്തുക്കൾ, നിയന്ത്രണ രീതികൾ, വഴികാട്ടൽ സംവിധാനങ്ങൾ, ദൂരപരിശോധന ഉപകരണങ്ങൾ, ഇങ്ങനെ അനവധി മേഖലകളിൽ സ്വദേശീയ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കേന്ദ്രങ്ങൾ പിന്നീട് ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ ഒരു വലിയ തലമുറയെ വളർത്തിയെടുത്തു. ഇന്ത്യൻ ബഹിരാകാശ ശ്രമങ്ങളുടെ യഥാർത്ഥ തുടക്കം സൗണ്ടിംഗ് റോക്കറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ഗവേഷണ റോക്കറ്റുകളിലൂടെ ആയിരുന്നു. പലർക്കും ഒരു സംശയം വരാം, സൗണ്ടിംഗ് റോക്കറ്റ്, ഉപഗ്രഹ വിക്ഷേപണ വാഹനം, മിസൈൽ ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ത്? സൗണ്ടിംഗ് റോക്കറ്റുകൾ പ്രധാനമായും ഭൂമിയുടെ സമീപ അന്തരീക്ഷവും അതിന്റെ ഉയർന്ന തലങ്ങളും പഠിക്കാൻ ഉപയോഗിക്കുന്നവയാണ്. ചില ശാസ്ത്രീയ ഉപകരണങ്ങളെ ഉയരങ്ങളിലെത്തിക്കാൻ ഇവയ്ക്കാവും. എന്നാൽ ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിലേക്ക് ഉപകരണങ്ങളെ എത്തിക്കാൻ ഇവയ്ക്ക് കഴിയില്ല. അതിനാണ് വിക്ഷേപണ വാഹനങ്ങൾ. ഉപഗ്രഹങ്ങളെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വേഗവും നിയന്ത്രണവും ഇവ നൽകുന്നു. അതിനേക്കാൾ സങ്കീർണമായതാണ് മിസൈൽ സംവിധാനങ്ങൾ, സ്വന്തമായി ലക്ഷ്യം പിന്തുടർന്ന് കൃത്യമായി തൊടാൻ കഴിയുന്നവ. ഇന്ത്യയിലെ ആദ്യകാല ശ്രമങ്ങൾ ഈ സൗണ്ടിംഗ് റോക്കറ്റുകളുടെ വികസനത്തിലായിരുന്നു. ശാസ്ത്രീയ പഠനങ്ങൾക്കായി അവയിൽ ഘടിപ്പിക്കേണ്ട ഉപകരണങ്ങളും നാട്ടിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ വളരെ ലളിതമായ ഖര ഇന്ധന മോട്ടോറുകളുള്ള റോക്കറ്റുകളായിരുന്നു. ചെറുഭാരമുള്ള ഉപകരണങ്ങളെ കുറച്ചു കിലോമീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു ലക്ഷ്യം. പിന്നീടത് പല ഘട്ടങ്ങളുള്ള സംവിധാനങ്ങളായി വളർന്നു. കൂടുതൽ ഭാരം കൂടുതൽ ഉയരങ്ങളിലേക്കെത്തിക്കാൻ സാധിച്ചു. ഇതിലൂടെ ഇന്ത്യയ്ക്ക് ഖര ഇന്ധന നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. പോളിമർ അധിഷ്ഠിത പ്രൊപ്പല്ലന്റുകൾ, റോക്കറ്റ് എഞ്ചിനുകൾക്കാവശ്യമായ രാസവസ്തുക്കൾ, ഇന്ധന നിർമ്മാണ പ്ലാന്റുകൾ ഇവയെല്ലാം രാജ്യത്ത് തന്നെ രൂപം കൊണ്ടു. ഒരു വലിയ വ്യവസായ ഗവേഷണ ശൃംഖലയ്ക്ക് ഇത് തുടക്കമായി. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 18ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെ ഒരു ഭരണാധികാരി യുദ്ധരംഗത്ത് റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട്. അദ്ദേഹത്തിന്റെ ആയുധശേഖരത്തിൽ നിന്ന് പിടിച്ചെടുത്ത നിരവധി റോക്കറ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവയുടെ ഘടന പഠിച്ചതായി ചരിത്രം പറയുന്നു. ആ അറിവ് പിന്നീട് പാശ്ചാത്യ രാജ്യങ്ങളിൽ റോക്കറ്റ് സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്ക് വഴിതെളിച്ചു. എന്നാൽ ഇന്ത്യയിൽ ഈ ശാസ്ത്രം നീണ്ടുനിൽക്കുന്ന ഇടവേളയ്ക്ക് ശേഷം മാത്രമാണ് വീണ്ടും ഉണർന്നത്. ഇതിനിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റോക്കറ്റ് സാങ്കേതികവിദ്യ വേഗത്തിൽ മുന്നേറി.
യൂറോപ്പിലും അമേരിക്കയിലും ശാസ്ത്രജ്ഞർ ഈ രംഗത്ത് പുതിയ സിദ്ധാന്തങ്ങളും പരീക്ഷണങ്ങളും നടത്തി. യുദ്ധകാലത്ത് വികസിപ്പിച്ച റോക്കറ്റുകൾ പിന്നീട് സമാധാനകാല ബഹിരാകാശ ഗവേഷണത്തിന് അടിത്തറയായി മാറി. ഇന്ത്യയിൽ റോക്കറ്റ് ശാസ്ത്രം വീണ്ടും ജീവൻ കൊണ്ടത് രാജ്യത്തിന്റെ ആദ്യകാല നേതൃത്വത്തിന്റെ ശാസ്ത്രദർശനത്താലാണ്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും യാഥാർത്ഥ്യ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണം എന്ന വ്യക്തമായ ചിന്താഗതിയായിരുന്നു അതിനു പിന്നിൽ. ബഹിരാകാശ പരീക്ഷണങ്ങൾ ശക്തിപ്രകടനത്തിനല്ല, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഉപാധിയാണെന്ന നിലപാട് സ്വീകരിച്ചു. ഈ ദർശനം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് ഉറച്ച അടിത്തറയായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. ശ്രീ APJ അബ്ദുൽ കലാമിന്റെ ഈ പ്രചോദനയാത്ര നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ജീവിത പാഠങ്ങളും ഉണർവും നൽകുന്ന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.